ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സേമിയ പായസമാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ആവശ്യമുള്ളത് ആദ്യം ഒരു പാക്കറ്റ് പാല്, മിൽമയുടെ പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ പാല് നന്നായിട്ട് കുറുക്കിയെടുക്കണം കേട്ടോ. നന്നായി കുറുകി വന്നതിന് ശേഷം നമ്മൾ ഇൻസ്റ്റൻറ്റ് സേമിയ മിക്സാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് മിൽമയുടെ തന്നെയാണ് കേട്ടോ. ഈ മിക്സിൽ തന്നെ കാഷ്യൂനട്ടും മുന്തിരിയും ഏലക്കായും ഒക്കെ ഉണ്ടാവും. ഞാൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഈ സേമിയവും പഞ്ചസാരയും മാത്രമാണ് പാലിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്യണത്. കുറുകി വന്ന പാലിൽ വേണം ആഡ് ചെയ്യാൻ. അതിനുശേഷം ഒരു 10-20 മിനിറ്റ് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതിനുശേഷം നമ്മൾ ഏലക്കാപ്പൊടി ആഡ് ചെയ്യുക. കുറച്ച് നെയ്യിൽ നമ്മൾ ഈ കാഷ്യൂനട്ടും മുന്തിരിയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതും കൂടെ ഈ മിക്സിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം, കട്ട കൂടാതെ ഇളക്കണം. അപ്പോൾ നല്ല ഒരു ടെക്സ്ചറിൽ നമുക്ക് സേമിയ പായസം കിട്ടും കേട്ടോ. ഞാൻ ഉണ്ടാക്കിയപ്പം നല്ല ടെക്സ്ചറിലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒട്ടും കട്ട കെട്ടാതെ നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ താങ്ക് യു.